നമസ്കാരം. സ്ത്രീയുഗത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു കഥ പോലെയാണ് അങ്കമാലി സ്വദേശി ജസ്ന പ്രവീണിന്റെ ജീവിതം. ജീവിതത്തിന്റെ കണക്ക് പുസ്തകത്തിൽ നഷ്ടങ്ങൾ മാത്രമുള്ള ഒരുവൾ. സ്വന്തം അമ്മയിൽ നിന്ന് പോലും ദുരനുഭവങ്ങൾ. ഭ്രാന്തിയെന്നും മുദ്രകുത്തി വഴിയിൽ ഉപേക്ഷിച്ച ആദ്യ വിവാഹം. അതിനിടയിലെ ആശ്വാസത്തിന്റെ തുരുത്തായിരുന്നു പ്രവീണുമായുള്ള വിവാഹവും അതിൽ നിന്നും കിട്ടിയ പൊന്നാച്ചു എന്ന് വിളിക്കുന്ന നീലാംബരി മിറിയം പ്രവീൺ എന്ന കുഞ്ഞിപ്പൂവും. പക്ഷേ ജീവിതത്തിന്റെ ക്രോസ് റോഡിൽ വെച്ച് ജസ്നയ്ക്ക് പ്രവീണിനെ നഷ്ടമാകുന്നു. വേറിട്ടുപോയ ആ ജീവിതത്തിന് താങ്ങാൻ ബന്ധുബലങ്ങളില്ല, മറ്റ് സുരക്ഷിതത്വങ്ങളില്ല. എല്ലാം അനുഭവിക്കാൻ അമ്മയും മോളും മാത്രം. പക്ഷേ മകൾക്ക് വേണ്ടി ജീവിച്ചേ തീരുവെന്ന തിരിച്ചറിവ് ജസ്നയെ കരുത്തുറ്റ അമ്മയാക്കി. സ്വന്തം അമ്മയിൽ നിന്ന് പോലും വലിയ ട്രോമകൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു പെൺകുട്ടി. കാലാന്തരത്തിൽ അവൾക്കായിരിക്കും ജീവിതത്തിൽ ഏറ്റവും നല്ല അമ്മയാകാനാകുക. കാരണം താൻ അനുഭവിച്ച വേദനകളും തനിക്ക് നഷ്ടപ്പെട്ടു പോയ സൗഭാഗ്യങ്ങളും മകളുടെ കാര്യത്തിൽ സംഭവിക്കരുതെന്ന് അവൾ ആഗ്രഹിക്കും. നാർസിസ്റ്റിക് ഡിസോർഡർ എന്ന അവസ്ഥയിലൂടെ കടന്നുപോയ ഒരമ്മയുടെ ക്രൂരപീഡനങ്ങൾക്കിരയാകേണ്ടി വന്ന പെൺകുട്ടി. തന്നിൽ എളിയവനെയും നിറം കുറഞ്ഞവനെയും അങ്ങേയറ്റം അധിക്ഷേപിക്കുന്ന മനോഭാവം. നിറമോ ജാതിയോ കണക്കാക്കി ആൾക്കാരെ അടുപ്പിച്ചും അകറ്റിയും നിർത്തുന്ന സ്വഭാവം. സ്വന്തം അമ്മയുടെ ഈ അവസ്ഥ മൂലം ജീവിതത്തിൽ ഒരുപാട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ജസ്നയ്ക്ക്. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരാൺ സുഹൃത്തിനോട് മിണ്ടിയതിന് അവൻ നിന്റെ ആരാ എന്ന് ചോദിച്ച് പൊട്ടിത്തെറിച്ച അമ്മ. 2 പേർക്ക് കയറാവുന്ന ചുരിദാർ ധരിച്ചാൽ പോലും വസ്ത്രത്തിന്റെ പേരിൽ മോശം കമന്റുകൾ പറയുന്ന അമ്മ. ചെയ്യുന്ന തെറ്റുകൾക്കെല്ലാം വീട്ടിൽ പൂട്ടിയിടുന്നത് പോലെ കഠിനമായ ശിക്ഷകൾ. ഇതിനിടയിൽ പെട്ടുപോകുന്ന ജസ്നയുടെ അച്ഛന് പലപ്പോഴും നിസ്സഹായനായി നിൽക്കാനേ കഴിഞ്ഞിരുന്നുള്ളൂ. വിവാഹാലോചനകളുടെ സമയത്തും ജാതിയും നിറവുമൊക്കെ വലിയ വിഷയമായി. എല്ലാവരോടും പുച്ഛം. വീട് കൊള്ളില്ല, ചെക്കന് നിറമില്ല, നമ്മളെക്കാൾ കുറഞ്ഞവർ എന്ന മട്ടിൽ പരാമർശങ്ങൾ. ഒരു വിവാഹം ആഗ്രഹിച്ചത് ഇതുവരെ അനുഭവിച്ചു തീർത്ത വേദനകളിൽ നിന്നുള്ള മോചനം എന്ന നിലയ്ക്കായിരുന്നു. ഒടുവിൽ തന്റെ 27ാം വയസ്സിൽ വീട്ടുകാർ കണ്ടെത്തിയൊരു ബന്ധം. അത് ജീവിതത്തിൽ സന്തോഷം നൽകുമെന്ന് കരുതി. പക്ഷെ അതും ഒരു പാഴ്സ്വപ്നം മാത്രമായിരുന്നു. അച്ഛൻ്റെയും അമ്മയുടെയും ഒറ്റ മകൻ. അവർക്കിടയിൽ ഭാര്യ ഒരു അധികപ്പറ്റായിരുന്നു. ആ വീടിന്റെ പടി കയറിയ അന്നു തൊട്ട് വാക്കുകൾ കൊണ്ട് ജസ്ന അനുഭവിച്ച അശ്ലീലവും കുത്തുവാക്കുകളും പറഞ്ഞറിയിക്കാവുന്നതായിരുന്നില്ല. ആ വീട്ടിൽ അനുഭവിക്കുന്ന വേദനകളെക്കുറിച്ച് ഭർത്താവിനോട് ഒരിക്കൽ തങ്ങളുടെ മുറിയിൽ വെച്ച് പറഞ്ഞപ്പോൾ അതിന്റെ പരിണിത ഫലം ജസ്നയുടെ ജീവിതത്തെ മറ്റൊരു ദുരന്തത്തിലേക്കായിരുന്നു തള്ളിവിട്ടത്. ഭർത്താവും വീട്ടുകാരും ചേർന്ന് ജസ്നയെ ഭ്രാന്തി എന്ന് മുദ്രകുത്തി ആ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു. ആ ബന്ധം 2014 മ്യൂച്വൽ ഡിവോഴ്സിൽ കലാശിച്ചു. തുടർന്ന് 4 വർഷം ഡിപ്രഷനിൽ മുങ്ങിയ രാപ്പകലുകൾ, ആന്റി ഡിപ്രസന്റുകളിലും മരുന്ന് കുറിപ്പടികളിലും കുഴഞ്ഞു മറിഞ്ഞ നാളുകൾ. അതിനിടയിൽ ജസ്നയുടെ ജീവിതത്തിലേക്ക് വന്ന ഒരു വസന്തകാലമായിരുന്നു പ്രവീൺ എന്ന കോളേജ് ലെക്ചറർ. ബംഗളൂരുവിൽ അധ്യാപകനായ പ്രവീണിന്റെ വിവാഹാലോചന മാട്രിമോണി വഴിയാണ് വന്നത്. അന്വേഷിച്ചവരോടൊക്കെ ചില ബന്ധുക്കളും നാട്ടുകാരും ആ വാക്കുകൾ ആവർത്തിച്ചു. ആ കൊച്ചിന് മാനസിക പ്രശ്നങ്ങളുണ്ട്, സൂക്ഷിക്കണം. പക്ഷേ പറഞ്ഞവരോടൊക്കെ പ്രവീൺ പറഞ്ഞ മറുപടി എനിക്കൊന്ന് അവളോട് സംസാരിക്കണം എന്നായിരുന്നു. ഒടുവിൽ ഒഴിഞ്ഞു പോകുമെന്ന് കരുതിയവരോട് പ്രവീൺ തന്നെ തുറന്നു പറഞ്ഞു, ഞാനൊരു അധ്യാപകനാണ്. മാനസിക പ്രശ്നമുള്ള ഒരാളോട് സംസാരിച്ചാൽ എനിക്കത് മനസ്സിലാകും. കല്യാണം മുടക്കലുകാർ പിന്നെ ആ വഴി വന്നിട്ടില്ല. അങ്ങനെ എല്ലാ ഡ്രാമകൾക്കും ഒടുവിൽ 2018 ഒരു നവംബറിൽ പ്രവീൺ ജസ്നയുടെ കഴുത്തിൽ താലി കെട്ടി. കുറച്ചു കാലത്തേക്കെങ്കിലും ദൈവം തിരിച്ചു കൊടുത്ത നല്ല നാളുകളായിരുന്നു അത്. വിവാഹം കഴിഞ്ഞ പ്രവീണിനൊപ്പം ജസ്ന ബംഗളൂരുവിലേക്ക് പോയി. ആഗ്രഹിച്ച ഭക്ഷണവും ഇഷ്ടമുള്ളയാൾക്കൊപ്പമുള്ള യാത്രയുമൊക്കെയായി ജീവിതം സന്തോഷപൂർണമായ നിമിഷങ്ങൾ. ഒത്തിരി വേദനിച്ചവൾക്ക് ഇത്തിരി നേരത്തേക്ക് വിധി നൽകിയ സന്തോഷം. പ്രവീണിനൊപ്പം ചേർന്നിരുന്ന് നടത്തിയ ബൈക്ക് യാത്രകൾ ജീവിതത്തിന്റെ താളുകളിലെ നിറമുള്ള ഫ്രെയിമുകളായിരുന്നു. അധികം വൈകാതെ തന്നെ അവരുടെ ജീവിതത്തിലേക്ക് ഒരു മാലാഖയായി അവളും കടന്നു വന്നു. അവരുടെ പൊന്നോമന നീലാംബരി മിറിയം പ്രവീൺ. പൊന്നാച്ചു എന്ന ഓമനപ്പേരിട്ട് വിളിച്ച ആ കുഞ്ഞിന് കുട്ടിക്കാലത്ത് തനിക്ക് ലഭിക്കാതെ പോയ മാതൃസ്നേഹം ആവോളം നുകർന്നു നൽകാൻ മത്സരിക്കുകയായിരുന്നു ജസ്ന. ഓരോ മാതാപിതാക്കളെയും പോലെ കൈ വളരുന്നുണ്ടോ കാൽ വളരുന്നുണ്ടോ എന്ന് കണക്കുകൂട്ടി മുന്നോട്ടു പോയ നല്ല നാളുകൾ. 5 മാസം മുൻപുള്ള ഒരു ജനുവരി. വിധി ഒരു ക്രൂരനായി ജസ്നയുടെ ജീവിതത്തിലേക്ക് വീണ്ടും കടന്നു വന്ന ദിവസം. ജീവിതത്തിൽ അന്നുവരെ അനുഭവിച്ച സകല സന്തോഷങ്ങൾക്കും ദൈവം ഫുൾ സ്റ്റോപ്പിട്ട ദിവസം. അന്ന് കോതമംഗലം പുതുപ്പാടി മരിയൻ അക്കാഡമി ഓഫ് മാനേജ്മെന്റ് സയൻസ് കോളേജിലെ വൈസ് പ്രിൻസിപ്പൾ ആയിരുന്നു പ്രവീൺ. ബൈക്കിലായിരുന്നു അന്നത്തെ യാത്ര. മഴയുള്ളൊരു വൈകുന്നേരം.
നനയാതെ എവിടെയോ സുരക്ഷിതമായി പ്രവീൺ കയറി നിന്നു. അതിന്റെ ഫോട്ടോ ജസ്നയ്ക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. പിന്നീട് പെരുമ്പാവൂർ വെച്ചായിരുന്നു സംഭവം. എതിരെ വന്ന വണ്ടിയിൽ നിന്നും ബൈക്ക് പരമാവധി വെട്ടിച്ചു മാറ്റിയപ്പോൾ പ്രവീൺ റോഡിലേക്ക് വഴുതി വീണു. ഇതിനിടയിൽ എതിരെ വന്നൊരു ആംബുലൻസ് പ്രവീണിന്റെ ദേഹത്തേക്ക് ഇടിച്ചു കയറി. ഇടിച്ച ശേഷം ഏറെ ദൂരം പ്രവീണിനെയും വലിച്ചുകൊണ്ട് ആംബുലൻസ് പോയി. അപ്പോൾ തന്നെ ഊഹിക്കാം ആംബുലൻസിന്റെ വേഗത. ആ വണ്ടിയിൽ രോഗികളോ രോഗിയുടെ ബന്ധുക്കളോ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നിട്ടും എന്തിനായിരുന്നു ആ മരണപ്പാച്ചിലെന്നത് ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായി ഇന്നും അവശേഷിക്കുന്നു. മരണവിവരം കാതുകളിൽ നിന്നും കാതുകളിലേക്ക് എത്തി. ഒടുവിൽ ആ നടുക്കുന്ന വാർത്ത ജസ്നയും അറിഞ്ഞു. കേട്ട മാത്രയിൽ ലോകം കീഴ്മേൽ മറിയുന്ന പ്രതീതിയായിരുന്നു. മരണവാർത്ത അറിഞ്ഞപ്പോൾ തന്നെ എനിക്കൊന്ന് ഉറങ്ങണമെന്നായിരുന്നു ജസ്ന പറഞ്ഞത്. സ്ലീപ്പിംഗ് പിൽസിന്റെ സഹായത്തോടെ ഉറക്കത്തിലേക്ക് വീണു. അങ്ങനെ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നാട്ടുകാരും വീട്ടുകാരും പറഞ്ഞതുപോലെ മാനസിക നില തെറ്റിയ ഒരു അവസ്ഥയിലേക്ക് കടന്നുപോയനെ ജസ്നയുടെ ജീവിതം. ഉണർന്നിരുന്ന മരണമെന്ന സത്യത്തെ നെഞ്ചിലേറ്റു വാങ്ങാൻ ത്രാണിയുണ്ടായിരുന്നില്ല അവർക്ക്. അപ്പയുടെ വീട്ടിൽ അപ്പ എവിടെയെന്ന് തിരക്കിയ പൊന്നാച്ചുവിനോട് മോളുടെ അപ്പ സ്വർഗത്തിലേക്ക് പോയി എന്നാണ് ചിലർ പറഞ്ഞു കൊടുത്തത്. അത്രയും മതിയായിരുന്നു പൊന്നാച്ചുവിന് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ. മരിച്ചെങ്കിലും അദൃശ്യമായൊരു സാന്നിധ്യമായി അപ്പ അവൾക്കൊപ്പമുണ്ടെന്ന് വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞതാണ് അമ്മയെന്ന നിലയിൽ തനിക്ക് ആശ്വാസമേകുന്നതെന്ന് ജസ്ന പറയുന്നു. ഇന്ന് കൊച്ചിയിൽ സ്വകാര്യ കോളേജിൽ അധ്യാപികയാണ് ജസ്ന. സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും കൂട്ടിക്കിഴിച്ചു നോക്കിയാൽ അപ്പയെ നഷ്ടപ്പെട്ട തന്റെ കുഞ്ഞിലേക്കാകും എത്തി നിൽക്കുക എന്ന് ജസ്ന പറയുന്നു. അവൾക്ക് അപ്പയും അമ്മയും ആകുക, വേദനകളെയും നഷ്ടങ്ങളെയും ജയിക്കാൻ അവളെ പഠിപ്പിക്കുക, ബോൾഡാക്കി അവളെ വളർത്തുക. ഇന്ന് അതിനപ്പുറം തനിക്കൊരു സ്വപ്നമില്ലെന്ന് ജസ്ന പറയുന്നു. ശ്രീയുഗത്തിലൂടെ വീണ്ടും കാണാം. നമസ്കാരം.